എക്സാം കുറച്ച് ടഫാണ്, ഒരു മോഡറേറ്റ്ലി ടഫാണ് എക്സാം. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് മോഡറേറ്റ്ലി ടഫായിട്ട്. എനിക്ക് തോന്നിയത് എൻവയറമെന്റ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കുറേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് വായിച്ചാൽ കിട്ടുമെന്ന് തോന്നിയിരുന്നു. അത്രേ ഉള്ളൂ. സിസാറ്റ് കുറച്ച് ഇതായിരുന്നു, മാത്സ് ഒക്കെ കുറച്ച് ടഫായിരുന്നു എനിക്ക്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എല്ലാ ഫീൽഡും മെയിനായിട്ട് പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് പേപ്പർ ഭയങ്കര സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരുന്നു. സിസാറ്റ് എങ്ങനെയുണ്ടായിരുന്നു? സിസാറ്റും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടാണ് വന്നത്. കുറച്ചും കൂടി ലാസ്റ്റത്തെ ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടാണ് വന്നത്. ഏതായിരുന്നു കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് പേപ്പർ ആൻഡ് സെക്കൻഡ് പേപ്പർ ആയിരുന്നു? ഈസി നോക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെതായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പർ ആയിരിക്കും. സെക്കൻഡ് പേപ്പറിൽ മാത്സ് ഒക്കെ കൂടുതലായിരുന്നു. മാത്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയില്ല, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറേ വരുന്നുണ്ട്. ഈ ലാസ്റ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഈ മാത്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്റ്റേറ്റ്മെന്റിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചത് ഏത് ഫീൽഡിൽ നിന്നായിരുന്നു? ഞാൻ കോംപ്രഹെൻഷൻ ആണ് ആദ്യം അറ്റൻഡ് ചെയ്തേക്കണേ. കോംപ്രഹെൻഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മോശമില്ല. കൂടുതൽ ഇപ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ആയതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് മൊത്തം വായിച്ച് അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമുണ്ട്. ടൈമിന് തീർക്കാൻ പറ്റുമോ? ടൈം മാനേജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം മാനേജ്മെന്റ് ഒക്കെ അതിൽ തീർക്കാൻ പറ്റി. ഫസ്റ്റത്തെ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ആ ഒരു ടെൻഷൻ തന്നെ മെയിനായിട്ട്. നമ്മളെ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് എഴുതിയാൽ മതി, ബെറ്റർ ആയിരിക്കും. Alchemy IAS, transforming dreams into reality.